ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് നിൽക്കുന്നത് വേലൂർ ഭാഗത്താണ് കേട്ടോ. ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് അവിടുത്തെ പള്ളിയുടെ വെഞ്ചരിപ്പാണ് എന്നറിഞ്ഞത്. സെൻറ്റ് ജോൺസ് ഇവാഞ്ചലിക്കൽ ചർച്ച് എന്നാണ് ഇവിടുത്തെ പേര് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഒരു ഗ്രീൻ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ ഇടവകാംഗങ്ങളും ഗ്രീൻ ഡ്രസ്സ് ഇടണമെന്നാണ് അത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ കാണുന്ന ഒരു പള്ളി കണ്ടോ, ആ പള്ളിയുടെ പുതിയ പള്ളിയാണ് അപ്പുറത്തെ സൈഡിൽ പണിതിട്ടുള്ളത്. അത് പഴയ പള്ളിയും കൂടിയാണ്. അപ്പോൾ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പാണ് അത്ര ഇവിടെ നടക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലത്തെ ഇവിടുത്തെ ഗ്രോട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഗ്രോട്ടോ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വരെ വന്നിട്ട് പിന്നെ ആളുടെ വീട്ടിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആളുടെ വീട്ടിലേക്ക് വരണത്. ചേട്ടൻ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ രൂപക്കൂടൊക്കെ വളരെ ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാല ബൾബൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നു എന്ന് അറിഞ്ഞതും അവിടുത്തെ അമ്മാമ്മ 99 വയസ്സായി കേട്ടോ അമ്മമ്മയ്ക്ക്. അപ്പോൾ അമ്മാമ്മ ഇരിക്കണ കസേര അമ്മാമ്മ തന്നെ ഉന്തിയിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ല ആൾക്ക്. അങ്ങനെ ആൾ വന്ന് എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അപ്പോഴേക്കും ആളുടെ കൂട്ടുകാരൻ വന്നു. ആളുടെ കൂട്ടുകാരനും അതെ പച്ച ഷർട്ട് ഇട്ടിട്ടാണ് നിൽക്കണത്. ആളുടെ വൈഫ് ഓടിപ്പോയി കായ് വറുത്തതും മിച്ചറും ഒക്കെ കൊണ്ടുവന്ന് കേട്ടോ. ഞങ്ങളപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി, സമയം വൈകിയ കാരണം. അപ്പോൾ എന്തായാലും ഗ്രോട്ടോയുടെ അവിടെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് ഒക്കെ ഞങ്ങൾ ഒന്നും കൂടി പള്ളിയിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. നേരത്തെ ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കുർബാനയും പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവിടെ ചെന്ന് അതിൻ്റെ ഉൾഭാഗം കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇത്രയും നല്ല ഭംഗിയിലുള്ളൊരു പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കർത്താവിനെ നമ്മളങ്ങനെ നോക്കി നിന്ന് പോവും. നിങ്ങൾ ഈ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പള്ളിയിലേക്ക് ഒരു വട്ടെങ്കിലും വരണം കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയറും ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ കുർബാന ടൈം വരണത് സൺഡേസിലൊക്കെ മോർണിംഗിൽ 6:30ക്കും 8:30ക്കുമാണ്. അതുപോലെ തിങ്കൾ മുതൽ ശനിയാഴ്ച രാവിലെ 5:30ക്കും, ബാക്കി വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് 5:30ക്കുമാണ് കുർബാന വരണത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.